രാവിലെ നേരത്തെ എഴുന്നേറ്റ് 3 പൂരിയില്ല, ഇതിലിപ്പോൾ ഒരു പൂരിയുള്ളൂ. ഓൾറെഡി ഞാൻ 2 പൂരി തിന്നതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. 3 പൂരിയിൽ നിന്ന് ഈ വണ്ടിയിൽ ഞങ്ങൾ നേരെ ഒരു ട്രിപ്പ് പോവുക. ഒരുപാട് നാളത്തെ പ്ലാനിങ് ഒന്നുമില്ല, പെട്ടെന്നുള്ള പ്ലാനിങ്ങാണ്. കാരണം ഞങ്ങൾ പ്ലാൻ ചെയ്താൽ സ്വാഭാവികമായിട്ടത് നടക്കാറില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്ലാനിങ്ങുകളൊന്നുമില്ലാതെ ഞങ്ങൾ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യാതെ തന്നെ അങ്ങിറങ്ങി. ഇതിപ്പോൾ ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചേക്കുന്നത് നമ്മുടെ തേക്കടിയിലേക്കാണ് പോകുന്നത്. മുണ്ടക്കയത്തു നിന്നാണ്. ആദ്യം തന്നെ തേക്കടിയിലേക്ക് പോകാമെന്നുള്ള പ്ലാന്. കാരണം ഞങ്ങൾക്ക് അടുത്ത് ഇനിയിപ്പോൾ പോകാനുള്ള സ്ഥലം ആകെ തേക്കടി, തേനി, കമ്പം അതും കൂടെ ഉള്ളൂ. അപ്പം ഞങ്ങൾ നേരെ തേക്കടിക്ക് വെച്ച് പിടിപ്പിക്കുകയാണ്. 11:15 ബോട്ടിംഗ് ഉണ്ട്. അതൊക്കെ ഇങ്ങനെ പ്രീ പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ബ്രേക്ക്ഫാസ്റ്റ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ്, പൂരിയും മറ്റേ കിഴങ്ങേറിയും കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ഇനി അതിന് സമയം കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. എന്നിട്ട് നേരെ ഞങ്ങളുടെ ഞങ്ങളുടെ ആ നീല കാറിൽ ഞങ്ങൾ നേരെ വെച്ച് പിടിപ്പിച്ചു. തേക്കടി ബോട്ടിങ്ങിലെത്തി. 11:15 ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ബസ്സിൽ കയറി ബോട്ടിങ്ങിൻ്റെ സ്ഥലത്ത് കൊണ്ടെത്തിച്ച് ഇതേ ബോട്ടൊക്കെ വന്ന് അതിൽ നടുക്ക് കിടക്കണ ബോട്ടിൻ്റെ പേര് ജലജ്യോതിയാണെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി മറ്റേ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിരുന്നു. സത്യം പറഞ്ഞാൽ 3 സെറ്റ് ഓഫ് സ്ഥലം ഉണ്ട് ഇരിക്കാൻ. പക്ഷെ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് നടുക്കാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്നവൻ്റെ തലയും നടുക്കൂടുള്ള കമ്പിയുമാണ് ഞങ്ങൾ മെയിനായിട്ട് കണ്ടത്. എങ്കിൽ പോലും ഞാൻ അതിലിടയിൽ കൂടെ എൻ്റെ ആ കഴിവ് ഞാൻ പല വീഡിയോകളിലും എടുക്കാൻ ശ്രമിച്ചു. ഞാൻ മെയിനായിട്ട് സത്യം പറഞ്ഞാൽ ആനേനെ കാണാനായിട്ട് പോയത്. നാട്ടിലെ ആനയേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടം കാട്ടാനെ കാണുന്നതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരാനയെപ്പോലും എനിക്ക് കാണാൻ പറ്റില്ല. കുറേ മാന്, കുറച്ച് കാട്ടുപോത്ത്, പിന്നെ ഇങ്ങനത്തെ കുറച്ച് പക്ഷികൾ, പിന്നെന്താ കണ്ടത്, പിന്നെ ഞാൻ കണ്ട സാധനം ഉടുമ്പ്, ഒരു 3-4 ഉടുമ്പ്, അതൊക്കെ കണ്ടു. ഇത്രയും വലിയ വനത്തിന് നടുക്കാണ് ഈ പെരിയാറുള്ളത്. പക്ഷെ ഈ 12:30 ആയിട്ട് പോലും ഒരാന പോലും ഒരു തുള്ളി വെള്ളം കുടിക്കാൻ വന്നില്ല. ഇവറ്റകളെല്ലാം നോമ്പാണെന്ന് ഞാൻ ആലോചിച്ച് പോയി. ഒരെണ്ണമെങ്കിലും വരുമെന്ന് ഓർത്താണ് ഞാൻ ഓരോ അടിയും മുന്നോട്ട് മനസ്സിലിങ്ങനെ ആഗ്രഹിച്ച് പോയത്. പക്ഷെ എൻ്റെ ഭാഗ്യം കൊണ്ടാണോ എൻ്റെ നിർഭാഗ്യം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് ആനയെ കാണാൻ പറ്റിയില്ല. ആ സങ്കടം പിന്നെ ഞാൻ പോട്ടെ എന്ന് വെച്ചു. അറ്റ് ലാസ്റ്റ് അവസാനം ഞാൻ എഴുന്നേറ്റങ്ങ് നിന്നു. അവരെഴുന്നേറ്റ് നിൽക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ചോദിച്ചു, ചേട്ടാ എനിക്ക് വന്നതിൽ എന്തെങ്കിലും മുതലാവണ്ടേ? അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റൊന്ന് വീഡിയോ എടുത്തു. അവിടുന്ന് ഞങ്ങൾ നേരെ വിട്ടു. അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് വിട്ടു. ഞങ്ങൾ ഊണ് കഴിച്ചു. അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. എപ്പോഴും എല്ലാ വീഡിയോയിലും ഈ ഫുഡിനെ ഒന്നും ഉൾപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. അവിടെ അടുത്ത തന്നെ റെസ്റ്റോറൻറ്റിലേക്ക് ഒരു ഊണ് കഴിച്ചു. അവിടുന്ന് ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് എങ്ങോട്ടാണ്? തേനി കുറേ മുന്തിരിത്തോട്ടങ്ങളും അതും ഇതുമൊക്കെ ഉണ്ടല്ലോ. എനിക്കങ്ങനെ വലിയ മുന്തിരിത്തോട്ടം കാണണമെന്നൊന്നുമില്ല. കാരണം എല്ലാവരും പറഞ്ഞു തൊടിയിക്കില്ല, പറപ്പിക്കില്ല, ചുമ്മാ കാണാൻ മാത്രമുള്ളത്. എങ്കിലും ഇറങ്ങി തിരിച്ചതല്ലേ, അപ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ നേരെ തേനിക്ക് വെച്ച് പിടിച്ചു. പക്ഷേ ഈ അറ്റ്മോസ്ഫിയർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഒട്ടും ചൂടില്ലായിരുന്നു. അത്യാവശ്യം നല്ല തണുപ്പും നല്ല മഴയുണ്ടായിരുന്നു. നല്ല മീഡിയം മഴ ഇങ്ങനെ പെയ്തും തുറന്നും നിൽക്കുന്നു. പിന്നെ തണുപ്പ്. ഈ വളമൊക്കെ ഇറങ്ങിയപ്പോൾ സത്യം പറയാമല്ലോ എനിക്കെൻ്റെ കിളിയൊക്കെ പോയി. പക്ഷേ എന്നാലും വേണ്ടില്ല, ഞാൻ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് തന്നെ പ്ലാൻ ചെയ്താണ് പോയത്. കുറേ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ഞാൻ ഈ വീഡിയോയിൽ. ഞങ്ങളിടയ്ക്ക് ഫുഡ് അടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല. അങ്ങനെ അവസാനം ഞങ്ങൾ മറ്റേ മുന്തിരിത്തോട്ടത്തിലെത്തി കുറച്ച് മുന്തിരിയുടെ വീഡിയോ ഒക്കെ എടുത്തു. അത് അത്രയൊക്കെ മതി. ഇതൊക്കെ എല്ലാവരും എടുക്കുന്നതല്ലേ, ചുമ്മാ അതിനകത്തോടെ കയറി എടുത്തിട്ട് അവർ വായിക്കുന്നതൊക്കെ കണ്ടല്ലോ. പിന്നെ ഞങ്ങൾ ചെയ്തത് ഇതേ മുന്തിരി പറിച്ച് അവിടെ ഫ്രഷ് ജ്യൂസ് അടിച്ചു കൊടുക്കും. ഒരു മുന്തിരിക്ക് ജ്യൂസിന് 40 രൂപ. അങ്ങനെ ഞങ്ങളെല്ലാവരും 40 രൂപ കൊടുത്ത് മുന്തിരി ജ്യൂസ് കുടിച്ചു. പിന്നെ കമ്പം, തേന് കഴിഞ്ഞാൽ കമ്പമാണല്ലോ, അതെല്ലാവർക്കും അറിയുന്ന കാര്യമില്ല, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ കമ്പം പോയി. പ്രത്യേകിച്ചൊന്നുമില്ല. എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എല്ലാവരും വാങ്ങി. ഞാനെല്ലാം ഇങ്ങനെ അതിലൊക്കെ നടന്ന് എക്സ്പ്ലോർ ചെയ്തു. കുറച്ച് ഫോട്ടോസ് എടുത്തു, കുറച്ച് വീഡിയോസ് എടുത്തു. അത്രയൊക്കെ തന്നെ, വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ചെറിയൊരു ട്രിപ്പ് അതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതൊക്കെ കണ്ടു. മുന്തിരിത്തോട്ടം കണ്ടു, മുന്തിരിങ്ങ ജ്യൂസ് കുടിച്ചു. പിന്നെ 1.5 കിലോ മുന്തിരിങ്ങ ഞങ്ങൾ വാങ്ങി. തേക്കടി പോയി, ബോട്ടിങ് നടത്തി. അങ്ങനെ കുറേ കാറിൽ കുറേ ചുരം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി. അത് തന്നെ ഭയങ്കര ഹാപ്പി. പിന്നെ തിരിച്ചു വരുന്നിടത്ത് നമ്മുടെ വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് ഇല്ലേ, കോട്ടയം ഇടുക്കിക്കാർക്കൊക്കെ അറിയാം. അവിടെ ഇറങ്ങി. വൈകുന്നേരമായിരുന്നു. അവിടെ ഇറങ്ങി ചായ കുടിച്ചു. ചായ എന്നൊക്കെ പറഞ്ഞാൽ ഈ കോട്ടയം ഇടുക്കി ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും.
അവിടെ നിന്ന് നല്ല മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ വാട്ടർഫോൾസ് നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നു. അവിടെ ഇറങ്ങി വെള്ളം കുടിച്ചു. അത് ഈ പെണ്ണുണ്ടല്ലോ, ഇന്ന് ഇവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ഒന്നിനും പ്രശ്നങ്ങളൊന്നുമില്ല. അത് കുറച്ച് നേരം മാത്രം ഉറങ്ങി, ബാക്കി സമയങ്ങളിൽ പുള്ളി എൻ്റർടൈൻമെൻറ്റായിട്ടിരുന്ന് എല്ലാം അടിപൊളിയാക്കി. അവിടുന്ന് നേരെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ്, ഞാൻ പറഞ്ഞു തന്നെ, കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തല്ല ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് മൈ മദർ, സിസ്റ്റർ ആൻഡ് മീ, ആ ചെറുത്, സിസ്റ്ററിൻ്റെ കുഞ്ഞ്. പിന്നെ അവിടുന്ന് നേരെ എന്താണ് അങ്ങോട്ട് പോയാൽ തിരിച്ചിങ്ങോട്ട് വരണമല്ലോ, അവിടെ തന്നെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തമിഴ്നാട് അടിപൊളിയാട്ടോ. ഞാൻ ഉദ്ദേശിച്ച തമിഴ്നാടല്ല ഇത്. തമിഴ്നാട് ഭയങ്കര ചൂടല്ലേ, പക്ഷേ ഈ തമിഴ്നാടിന് ചൂടില്ലെന്ന് തോന്നുന്നു. ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റ്. ചെറിയ മഴയുണ്ട്. ഇതിനിടയ്ക്ക് ഞങ്ങൾ കരിക്ക് കുടിച്ചു. കരിക്ക് കുടിച്ചു. ഞാൻ കുടിച്ചു, പോയിട്ട് തിരിച്ചു വന്നു. അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.